ഹായ് എവരിവൺ, ഫ്യൂച്ചറിൽ നിന്നും നിങ്ങളുടെ സ്വന്തം RRP ആണ്. ഇവിടുത്തെ ഒരു ഫിസിക്സ് അധ്യാപകനാണ്. ആദ്യം തന്നെ കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ പേരൻസിനോടും വലിയൊരു താങ്ക് യു ഫ്യൂച്ചറിൻ്റെ സൈഡിൽ നിന്ന്. കാരണം നമ്മളെ വിശ്വസിച്ച് നിരവധി വിദ്യാർത്ഥികളും പേരൻസുമാണ് ഇതിനോടകം നമ്മുടെ JEE നീറ്റ് ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന് ഒരുപാട് വലിയ താങ്ക് യു. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 2027 നീറ്റ് എക്സാം വളരെ സീരിയസ്ലി, വളരെ പാഷനേറ്റായിട്ട് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടും അവരുടെ പേരൻസിനോടുമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിൻ്റെ ഓഫ്ലൈൻ ബാച്ച് ആകുന്ന ധ്രുവ ബാച്ച്, അതിൻ്റെ അഡ്വാൻസ്ഡ് ഹൈബ്രിഡ് മോഡൽ എന്താണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ധ്രുവ ഓഫ്ലൈൻ ബാച്ചിൻ്റെ അഡ്വാൻസ്ഡ് ഹൈബ്രിഡ് മോഡലിൻ്റെ ഏറ്റവും അടിപൊളി ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡേ 1 ഓഫ്ലൈൻ ക്ലാസ്സും ഡേ 2 ഓൺലൈൻ ക്ലാസ്സസുമാണ് അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഡേ 1 ഓഫ്ലൈൻ ക്ലാസ് അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്? 6 മണിക്കൂറാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആകുന്നത്. അതിൽ 2 മണിക്കൂർ ഫിസിക്സ്, 2 മണിക്കൂർ കെമിസ്ട്രി, 2 മണിക്കൂർ ബയോളജി ക്ലാസ്സുകളും അതിനുശേഷം 1 അവർ ഡൗട്ട് ക്ലിയറൻസ് സെഷനുമാണ്. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അന്ന് പഠിപ്പിച്ച ടോപ്പിക്കിലെ അതാത് ടീച്ചേഴ്സ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വിസിറ്റ് ചെയ്യും. എന്നിട്ട് ആ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് അന്നത്തെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് നടത്താം. ഇനിയും ഓഫ്ലൈൻ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എടുക്കാം. ഇപ്പം ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. അപ്പോൾ ഞാൻ ഫിസിക്സ് ചാപ്റ്ററിനെ പറ്റിയും ഫിസിക്സ് എങ്ങനെയാണ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഡേ 1 ഞാൻ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്ററുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. അതിൽ ഡേ 1 നമ്മൾ സെഷൻ 1, സെഷൻ 2, സെഷൻ 3 എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ സെഷൻ 1 ആണ് ഫസ്റ്റ് ഡേ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് തിയറി മാത്രമല്ല പഠിപ്പിക്കുന്നത്. ആ പർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുകളിലെ തിയറി മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിലെ മുഴുവൻ നീറ്റ് കോൺസെപ്റ്റുകൾ നിങ്ങളെ നമ്മൾ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ ബിൽഡ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബിൽഡ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ അന്ന് പഠിപ്പിച്ച ടോപ്പിക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻസും ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസും ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ തിയറി പഠിച്ചു, അതിൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി, അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ടീച്ചേഴ്സിൽ നിന്ന് തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യും. ഇങ്ങനെ എല്ലാ ചാപ്റ്ററുകളും അന്ന് നടക്കുന്ന മുഴുവൻ സബ്ജക്റ്റുകളുടെയും ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഡൗട്ട് ക്ലിയറൻസിന് നിങ്ങൾ ഇരിക്കുന്നത്. ശേഷം നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകുന്നു. വീട്ടിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? അന്ന് ഈവനിങ് നിങ്ങൾ വീട്ടിലോ ഹോസ്റ്റലിലോ എത്തിയതിന് ശേഷം അന്ന് പഠിപ്പിച്ച MCQ ക്വസ്റ്റ്യൻസും തിയററ്റിക്കൽ സൈഡും എല്ലാ കോൺസെപ്റ്റുകളും പ്രോപ്പറായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡേ 1 ലക്ഷ്യം. ഇനി നമുക്ക് ഡേ 2 പോകാം. ഡേ 2 എന്ന് പറയുന്നത് ഓൺലൈൻ സെഷനാണ്. എന്താണ് ഓൺലൈൻ സെഷൻ? അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരും. ഡേ 1 പഠിച്ച അതേ തിയറിയും അതേ MCQമാണോ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. തിയറി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡേ 2 നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളുടെ മെറ്റീരിയലിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് മെറ്റീരിയൽ തരുന്നുണ്ട്. തിയറി ബേസ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തരും, അതിനകത്ത് MCQ ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 2 അതായത് നിങ്ങളുടെ ഓഫ്ലൈൻ ഡേയിലേക്ക് ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. ആ വർക്ക് ബുക്കും പ്രോപ്പറായിട്ട് സെഷൻ വൈസ് സ്ട്രക്ചേർഡ് ആണ്. അതിൽ നിങ്ങൾക്ക് വർക്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നമ്മൾ നെക്സ്റ്റ് ഡേയിൽ എന്താ ചെയ്യേണ്ടത്? ഈ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു നീറ്റ് പോലൊരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ കുറേ തിയറിയും കുറേ കൺസെപ്റ്റും മാത്രം പഠിച്ചാൽ പോരാ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, അതും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഡേ 2 പ്രാക്ടീസ് ഡേ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഈ ഡേ 2 നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലോ ക്വസ്റ്റ്യനിലോ ഡൗട്ട് വന്നാൽ ഇത് എങ്ങനെ ക്ലിയർ ചെയ്യും? അതിനാണ് നമ്മുടെ ഫ്യൂച്ചറിൻ്റെ ആപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത്. ഈ ആപ്പിനകത്ത് ചാപ്റ്റർ വൈസ്, സെഷൻ വൈസ്, ടോപ്പിക്ക് വൈസ് ഈ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന, നിങ്ങൾ ഹോസ്റ്റലിലോ വീട്ടിലോ പോയിരുന്ന് ചെയ്യുന്ന നമ്മുടെ ഈ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 സെപ്പറേറ്റഡ് ആയിട്ട് സെഷൻ വൈസ് അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ പോയിരിക്കുമ്പോഴോ ഹോസ്റ്റലിൽ പോയിരിക്കുമ്പോഴോ നിങ്ങൾ ആ ഓൺലൈൻ ഡേയിൽ ഈ ആപ്പിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്വന്തമായി ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു.
പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ സപ്പോർട്ടും തേടാവുന്നതാണ്. ഇതാണ് ഓൺലൈൻ ഡേയിൽ ചെയ്യുന്നത്. ഇനി ഹോസ്റ്റലിൽ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. അതായത് ഡേ 2 നിങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്നാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മുടെ ഫാക്കൽറ്റീസിനെ, നമ്മുടെ ടീച്ചേഴ്സിനെ ഹോസ്റ്റലുകളിൽ അവൈലബിൾ ആക്കി തരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വേണം, നമ്മുടെ ടീച്ചേഴ്സ് അവിടെ വിസിറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ടീച്ചേഴ്സിൽ നിന്നും തന്നെ ഡൗട്ട്സ് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ പല കുട്ടികളും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ചില കോൺസെപ്റ്റുകൾ പെട്ടെന്ന് അവർക്ക് ക്ലാരിറ്റി വരണം എന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവാം, പക്ഷേ സ്റ്റിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വരുന്നു. നമ്മുടെ പല ഹോസ്റ്റലുകളിലും ഓൾറെഡി കണ്ടക്ട് ചെയ്ത കാര്യമാണ് നൈറ്റ് ക്യാമ്പുകൾ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക്, ഇനി ഒരു ഹോസ്റ്റലിലാണെങ്കിൽ ആ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി നൈറ്റ് ക്യാമ്പുകൾ നടത്തുന്നു. നമ്മുടെ ടീച്ചേഴ്സ് അവിടെ ചെന്ന് പ്രോപ്പർ ഡൗട്ട് ക്ലിയറൻസും ഒരു തിയറട്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും അഡ്വാൻസ്ഡ് ക്ലാസ്സുകളും അവർക്ക് കൂടുതൽ ഫർദർ അവൈലബിൾ ആക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നമ്മുടെ അഡ്വാൻസ്ഡ് ഹൈബ്രിഡ് മോഡലിൻ്റെ അഡ്വാൻറ്റേജ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റി, ഏറ്റവും നല്ല ഫെസിലിറ്റീസാണ് നമ്മൾ അവർക്ക് അവൈലബിൾ ആക്കുന്നത്. അവരുടെ വീട്ടിലിരുന്ന് പഠിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ നല്ല കുറേ വിദ്യാർത്ഥികൾക്കൊപ്പം പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഡേ 1, ഡേ 2 നമ്മുടെ ഈ ഹൈബ്രിഡ് മോഡലിലെ പഠനം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഡേ 3 നിങ്ങൾ എന്താണ്, വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തുന്നു. എല്ലാ ഓഫ്ലൈൻ ഡേയിലും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക് രാവിലെ ഒരു എക്സാം സീരീസ് നടക്കുന്നതായിരിക്കും. ആ എക്സാം സീരീസിനെ നമ്മൾ CR സീരീസ് എന്നാണ് വിളിക്കുന്നത്, കോൺസെപ്റ്റ് റീകോൾ സീരീസ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഈ കോൺസെപ്റ്റിനെയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത MCQസിനെയും ബേസ് ചെയ്തുകൊണ്ട് എക്സാം നടക്കും. 45 മിനിറ്റാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. 40 ക്വസ്റ്റ്യനാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു കോൺസെപ്റ്റ് റീകോൾ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് അറ്റൻഡ് ചെയ്തതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന മെച്ചം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൊസിഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ക്ലാസ് റൂമിലേക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൊസിഷൻ, ഞാൻ ഇനിയും എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യണം, എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനാണ് ഈ ഡെയിലി എക്സാംസ് നടക്കുന്നത്. ഇനി നമുക്കറിയാം, ഈ ഡെയിലി എക്സാംസ് പറയുമ്പോഴത്തേക്ക് ഓരോ സെഷൻ വൈസ് നടക്കുന്ന ഡേയുടെ എക്സാമാണ്. ഇനി ഒരു ചാപ്റ്റർ തീർന്നതിന് ശേഷം വീക്ക്ലി എക്സാമുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഒരു മന്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ സബ്ജക്റ്റിലും മിനിമം 3 or 4 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ മുഴുവൻ ചാപ്റ്ററുകളുടെയും മന്ത്ലി ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ആ മന്ത്ലി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു നീറ്റ് എക്സാം എന്താണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എക്സാക്റ്റ് മോക്ക് എക്സാം ആയിരിക്കും നടത്തുന്നത്. അതും നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. സോ നിങ്ങൾ ഒട്ടും മടിച്ച് നിൽക്കരുത്. നിങ്ങൾ വളരെ സീരിയസ്ലി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ന്യൂ ബാച്ചസ് ഒക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഡോക്ടർ ആവുക എന്നത് നിങ്ങളുടെ വലിയൊരു പാഷനാണ്. അത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ സ്വപ്നമാണ്. നിങ്ങൾക്കൊപ്പം ടീം ഫ്യൂച്ചർ ഉണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്.